ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഒരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. സാധാ മോർണിംഗ് റുട്ടീനല്ല, ഏർലി മോർണിംഗ് റുട്ടീനാണ്. അപ്പോൾ 5 AM ഞാനൊന്ന് എണീറ്റിട്ട് എല്ലാ കാര്യങ്ങളും നമുക്കൊരു 10 മണിക്ക് മുന്നേ എങ്ങനെ തീർക്കാം എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഏർലി മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഇതെന്താ വെളുത്തിരിക്കുന്നതെന്ന്. അപ്പം ഞാൻ രാവിലെ എണീറ്റ പാടും നല്ല ഇരുട്ടായിരുന്നു. അപ്പോൾ അടുക്കളയിലേക്കാണ് പോയത്. അപ്പോൾ അത് ഫസ്റ്റ് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ പണിയൊക്കെ ഒരുവിധം തീർന്നപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല പോസിറ്റീവായിട്ട് തുടങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുവിധം എല്ലാ ആളുകളും ഫോളോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർ, അവരൊക്കെ ഡെയിലി ഈ ഒരു ടൈമിൽ എണീറ്റ് എല്ലാ കാര്യങ്ങളും നല്ല കൃത്യമായിട്ട് കഴിച്ചിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ അല്ലാത്ത ആളുകളുണ്ടാവുമല്ലോ, അതായത് സമയം കിട്ടുന്നില്ല, എല്ലാം ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടു ജോലികൾ ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്തിട്ട് നമുക്ക് ടൈം കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം എല്ലാ പണിയും തീർത്ത് നമുക്ക് നല്ല ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ഓരോരുത്തരുടെ സാഹചര്യം ഓരോ രീതിയിലാണ്, അപ്പം അതനുസരിച്ച് നമുക്ക് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർ ഈ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇവിടെ സാധാരണ അമ്മയൊക്കെ നമുക്ക് തൊഴിലുറപ്പുള്ളപ്പം, അതുപോലെ തന്നെ അച്ഛന് പൊലച്ചയൊക്കെ പോകുന്ന ടൈമിൽ അമ്മയൊക്കെ 5 മണി അതേപോലെ 4:00 എണീക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ അമ്മക്ക് തൊഴിലുറപ്പില്ല, അപ്പം ഞാനും അമ്മയും സാവകാശം എല്ലാ ജോലികളും പതിയെ ഷെയർ ചെയ്തിട്ടാണ് ചെയ്യാറ്. പിന്നെ ഞാനാണെങ്കിൽ പീരിയഡ്സ് ആയിട്ട് 2 ദിവസം മുന്നേ ഫുള്ള് കിടപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാം കുട്ടീനെയും ജോലിയും ഒക്കെ അമ്മ ഒറ്റയ്ക്കാണ് മാനേജ് ചെയ്ത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഇങ്ങനെ ഒരു കണ്ടൻറ്റ് എടുക്കുകയും ചെയ്യാം. പിന്നെ എനിക്കിന്ന് കുറേ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. നമുക്ക് വേഗം ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് വേഗം പണിയൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കിടക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ എല്ലാ പാത്രവും കഴുകി എല്ലാ സ്ഥലവും നല്ല ക്ലീൻ ആക്കി വെക്കുകയാണെങ്കിലേ രാവിലെ എണീക്കുമ്പോൾ പകുതി പണിയും ഉണ്ടാവില്ല, നല്ല പോസിറ്റീവായിരിക്കും. പിന്നെ ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, റീൽസിലാണ് അമ്മമാർ മക്കളെ സ്കൂളിൽ വിട്ടതിന് ശേഷം അടുക്കളയിൽ യുദ്ധക്കളം പോലെ ആയി കിടക്കുന്നത് കേട്ടോ. കാരണം ഫുള്ള് പാത്രമൊക്കെ നിരത്തി വെച്ചിട്ട്. അതിൽ ഞാൻ അവരെ കുറ്റം പറയുന്നില്ലേ, പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്കത് ഇരട്ടി പണിയാണ് ആവുന്നത്. അതായത് അടുക്കള ജോലി, കുക്കിംഗ് നമുക്ക് വലിയൊരു ഭാരമായിട്ട് മാറും. അപ്പോൾ എന്നെക്കൊണ്ട് ഒരിക്കലും പറ്റാത്തതാണ് കേട്ടോ അങ്ങനെ ഒരു കാര്യം. എനിക്ക് അടുക്കളയിലൊന്ന് കുക്ക് ചെയ്യണമെങ്കിൽ ഫുള്ള് ക്ലീൻ ആവണം, അല്ലാണ്ട് എനിക്ക് അടുക്കളയിൽ കുക്ക് ചെയ്യാൻ പറ്റില്ല. അത്രയും വല്ല എമർജൻസിയോ സുഖമില്ലാണ്ടോ ആണെങ്കിൽ എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഫുൾ നീറ്റാക്കി വെക്കും കേട്ടോ. എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞാൽ ഗ്യാസൊക്കെ ഫുള്ള് കംപ്ലീറ്റ് മൂടി വെച്ച് അങ്ങനെയാണ് ഞാൻ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങുക. പക്ഷേ അടുക്കളയിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരെ ഗ്യാസ് ഇങ്ങനെ തുടയ്ക്കും. അത്രയും നീറ്റായിട്ട് ഞാൻ അങ്ങനെ പറയല്ല കേട്ടോ, ഓരോരുത്തരുടെ ശീലമായിരിക്കും. അത്രയും നീറ്റായാലും മാത്രമേ എനിക്ക് അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യാൻ തോന്നുള്ളൂ. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഓരോ പാത്രവും നമ്മൾ കഴുകിക്കൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാരം നമുക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ കിച്ചണിൽ കയറുന്ന ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഭാരമായിരിക്കും. ഇതൊക്കെ കറക്റ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുകയും ഞാൻ പിന്നെ ജസ്റ്റ് ആ റീല് കണ്ടുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് പിന്നെ രാവിലെ എണീറ്റിട്ട് എല്ലാം കൂടെ പെട്ടെന്ന് ചെയ്യുമ്പോൾ വെപ്രാളമാണ്. അപ്പം അങ്ങനെ വെപ്രാളത്തോടെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ എല്ലാം കൂടെ ഇങ്ങനെ വലിച്ചു വാരി ഇട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ, എല്ലാ ദിവസമൊന്നും അല്ല കേട്ടോ, ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ നേരത്തെ ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഞാൻ എല്ലാം തലേന്ന് സെറ്റാക്കി വെച്ചിട്ടാണ് ഞാൻ കിച്ചണിൽ കയറുക. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ നിങ്ങൾ ആദ്യം കണ്ടത്. ഉരുളക്കിഴങ്ങ്, ബാജിക്കറിക്കുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഞാൻ മുറിച്ച് സെറ്റാക്കി വെച്ചായിരുന്നു. പുട്ടിനുള്ള പൊടി കുഴച്ച് വെച്ചു, തേങ്ങ ചിരവി വെച്ചു. അത് ഇന്നിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കണം എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം അമ്മ ചില ദിവസങ്ങളിലൊക്കെ അമ്മ തന്നെയായിരിക്കും രാവിലെ ചിലപ്പോൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അമ്മ ഇങ്ങനെ റെഡിയാക്കി വെക്കലൊന്നുമില്ല, രാവിലെ അങ്ങനെ ചെയ്യലാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പം എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കാര്യങ്ങൾ തോന്നാറുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ മീൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങ ഞാൻ ഓൾറെഡി ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പേരിക്കുള്ള കഷ്ണങ്ങൾ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഗ്യാസിൽ കുറച്ച് പുട്ട് ചുട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അടുപ്പത്ത് ചുടാന്നുള്ളത്. അതാകുമ്പോൾ നമുക്ക് ഗ്യാസ് വേസ്റ്റ് ആക്കണ്ടല്ലോ, പിന്നെ ഒരു കുറ്റി അടുപ്പ് കത്തുന്ന ഒരു സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഗ്യാസിൽ ചുട്ടെടുത്താണ് കേട്ടോ. അപ്പം ഞാൻ അടുപ്പിലേക്ക് പുട്ടും കുറ്റി വെച്ചു. ആ സമയം കൊണ്ട് ഹസ്ബൻഡിന് കുളിക്കാനുള്ള വെള്ളം വെച്ചു. ചില ദിവസം ഞാൻ അറിയാറേ ഇല്ല, ഹസ്ബൻഡ് എണീറ്റ് വെള്ളമൊക്കെ വെച്ചതിന് ശേഷമാണ് ഞാൻ അറിയാം കേട്ടോ. എനിക്ക് എണീക്കാൻ നല്ല മടിയാണ്. എണീറ്റ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്, പക്ഷേ എണീക്കാൻ നല്ല മടിയാണ്. അപ്പം ഞാൻ വേഗം ബാജിക്കറിക്കുള്ള ഇതൊക്കെ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. അപ്പോൾ കറി ശരിയാക്കിയെടുത്തു. അപ്പം നമ്മൾ കറിയും സോയാബീനും ഒക്കെ ഇവിടെ ആയി. ഇനി നമുക്ക് വേഗം അടുപ്പ് ഒക്കെ കത്തിച്ചുകൊണ്ട് വേഗം മീൻ കറി വെക്കാം. അപ്പോൾ മീൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ നത്തലാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് മീനൊക്കെ ഇടാറുള്ളൂ, കാരണം കറിയിലെ മീൻ എല്ലാവരും അങ്ങനെ കൂട്ടാറില്ല. അപ്പോൾ മീൻ കറി സെറ്റാക്കി വേണ്ടിയിട്ട്
ഞാൻ തക്കാളിയും മാങ്ങയും എല്ലാം കൂടെ വെച്ച് അടുപ്പത്ത് വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. പിന്നെ ഉപ്പേരി ഒരു സൈഡിൽ ഞാൻ വെക്കുന്നുണ്ട്. തൃജുവിനുള്ള സോയാബീൻ റെഡി ആയിട്ടുണ്ട്. അവനുള്ള വെള്ളം ഞാൻ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ തൃജുവിന് ഉപ്പേരിയും നമ്മൾ സോയാബീനൊക്കെ കൊടുത്തു വിടുന്ന ആ ഒരു പാത്രം ചൂടുവെള്ളത്തിലാണ് കേട്ടോ കഴുകാറ്. സോപ്പ് ഉപയോഗിക്കുന്നതിനെക്കാട്ടി ചൂടുവെള്ളത്തിൽ കഴുകിയാലേ എനിക്കൊരു തൃപ്തിയാവുള്ളൂ. അപ്പം ഞാൻ വാട്ടർ ബോട്ടിലിൻ്റെ പുറമെ അങ്ങനെയൊക്കെ കഴുകിയിട്ട് ഞാൻ എല്ലാം കൂടെ പാക്ക് ചെയ്ത് ബാഗിൽ വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറന്നു പോയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ആ സമയം കൊണ്ട് അപ്പോഴത്തേക്കും ഞാൻ വേഗം മത്തി കുറച്ച് വരട്ടാമെന്ന് വിചാരിച്ചത്. ഇവിടെ വരട്ടിയാണ് വെക്കുക. അപ്പോൾ അതിലേക്ക് തക്കാളിയും മാങ്ങയും പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങേൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. അമ്മയും അച്ഛനും കൂടെ മാങ്ങ നന്നായിട്ട് ചെത്തിയിട്ട് വേനൽക്കാലത്ത് ഉണക്കി പൊടിച്ചാണ് കേട്ടോ ഇതിന് നല്ല പുളി ഉണ്ടാവും. അപ്പോൾ ഈ പൊടിയും കൂടെ ചേർത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വറ്റിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. മത്തി കുരുമുളകിട്ട് വറ്റിച്ചത് കേട്ടോ. അപ്പോൾ അതവിടെ വെച്ചിട്ട് ഞാൻ പിന്നെ അപ്പോഴത്തേക്കും കുറച്ച് 2-3 പാത്രങ്ങൾ ഉണ്ടായിരുന്നു കഴുകാൻ. അത് വേഗം കഴുകി വെച്ചു. അപ്പോൾ നമ്മൾ ആ സ്പോട്ട് കഴിയാൻ നമുക്കതൊരു പണിയേ ആയിരിക്കില്ല. അത് ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. കാരണം എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ ചീത്ത പറയുമായിരുന്നു. അമ്മയാണെങ്കിൽ എല്ലാം ഒതുക്കി പെറുക്കി എപ്പോഴും ഈ പറഞ്ഞ പോലെ 1-2 പാത്രം നിരത്തി വെക്കുന്ന ഇഷ്ടമല്ല. ചെറുതായിട്ട് പൊടിയായ ചീത്ത പറയും. അപ്പോൾ അതിനൊക്കെ ഞാനിങ്ങനെ പറയും, അതിനൊക്കെ ഇപ്പോൾ എന്താ അമ്മ ഒരു പൊടിയായതിന് അതിനൊക്കെ എന്തിനാ ഇപ്പം ഇങ്ങനെ പറയുന്നത്, അതൊക്കെ അങ്ങ് തുടച്ചാൽ പോരെ. അപ്പോൾ അമ്മ പറയുമായിരുന്നു ഇതൊക്കെ നീ അങ്ങ് ചെയ്ത് പഠിച്ചോളും കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും അതേ അമ്മേൻ്റെ രീതി ഫോളോ ചെയ്തിട്ട് അതേ നീറ്റിൽ തന്നെ ചെയ്ത് പഠിക്കുന്നുള്ള ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റുട്ടീനായിട്ട് കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പാത്രം കഴുകൽ ഇല്ല, കാരണം അന്നേരം കഴുകിയോണ്ട് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ ഇല്ല എന്നല്ല കേട്ടോ, ഞാൻ അന്നേരം ചെയ്ത് വെച്ചതുകൊണ്ട് അതൊന്നും നമുക്കില്ല. ഇപ്പം സമയം ഏകദേശം ഒരു 7 മണിയാന്ന് തോന്നുന്നു. അപ്പം ഞാൻ തൃജുവിനെ ഇവിടെ നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ഇതവിടെ മുറ്റടിച്ച് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ 2 ആൾ ആവശ്യമില്ലല്ലോ, ഒരാൾ ചെയ്യുമ്പോൾ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അമ്മ തൃജുവിനെ വിളിച്ച് എണീപ്പിച്ച് പല്ല് തേപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും സോയാബീൻ മീൻകറിയും മീൻ വരട്ടിയതും പിന്നെ ഉപ്പേരിയും എല്ലാം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേഗം കഞ്ഞിക്ക് അരിയിടാൻ വേണ്ടി നിന്നു. കഞ്ഞിക്ക് സാധാരണ തൃശ്ശൂർ ഇപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ട്, അവന് കഞ്ഞി കൊടുക്കില്ല, ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ പെങ്ങളെ മോനുള്ളതുകൊണ്ട് മോന് വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ തൃശ്ശൂരിന് ഇങ്ങനെ പാമ്പറേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവന് പെങ്ങളെ മോനുള്ളതുകൊണ്ട് രണ്ടാളും കളിച്ച് അങ്ങനെ ആ ഒരു രസത്തിലായിട്ട് സ്കൂളിൽ പോകാൻ ചെറിയൊരു മടി കേട്ടോ. അപ്പം ഞാൻ വേഗം അലക്കാമെന്ന് വിചാരിച്ചു. ആ സമയം കൊണ്ട് അമ്മ അവന് ഫുഡ് കൊടുക്കുന്നുണ്ട്. അവൻ സാധാരണ ഒറ്റയ്ക്ക് കഴിച്ചോളേ. ഇങ്ങനെ മടിച്ച് കളിക്കുന്നതുകൊണ്ട് അമ്മ വേഗം ഫുഡ് കൊടുത്തേ. അപ്പം ഞാൻ അലക്കി കഴിഞ്ഞാൽ ആ പണി അവിടെ കഴിഞ്ഞല്ലോ. സാധാരണ ഇന്ന് വാഷിംഗ് മെഷീനിൽ ഇടാറാണ്. എനിക്ക് ബാലൻസിൻ്റെ പ്രശ്നവും മൈഗ്രെയിനൊക്കെ വന്നപ്പം ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടലാണ്. അപ്പോൾ അത് സത്യം പറഞ്ഞൊരു ഉപകാരം തന്നെയാണ്. പക്ഷേ ഇപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് വലിയൊരു കുഴപ്പമൊന്നുമില്ല, എന്നാൽ പിന്നെ നമുക്ക് മറ്റു സിലിണ്ടർ അലക്കാമല്ലോ എന്ന്. അപ്പം ഞാൻ വേഗം അലക്കിയതിന് ശേഷം പിന്നെ വേഗം കുളിക്കാനാണ് കേട്ടോ പോയത്. അപ്പോൾ 8:30 ആകുമ്പോൾ തൃജുവിൻ്റെ വണ്ടി വരും, ഇവിടെ താഴെ കൊണ്ടേ ആക്കണം. അപ്പോൾ തൃജു ഫുഡൊക്കെ കഴിച്ച് തൃജുവിനെ കുളിപ്പിച്ചെല്ലാം അമ്മ സെറ്റാക്കി കേട്ടോ. ഞാൻ വേഗം 8:30 ആയപ്പോഴത്തേക്കും തന്നെ കുളിച്ച് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ മാത്രമേ ബാക്കിയുള്ളൂ. ഒരുവിധം എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അടിച്ച് വാരണം, അകമൊക്കെ ഒന്ന് അടിച്ച് വാരണം. പിന്നെ ആ ഡ്രസ്സുകളൊക്കെ ഒന്ന് മുകളിൽ പോയിട്ട് ആറിയിടണം. അതിപ്പോൾ വേഗം കഴിയാവുന്ന പണിയേ ഉള്ളൂ. പിന്നെ എല്ലാ കാര്യങ്ങളും സാധാരണ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്നും ഇങ്ങനെയല്ല കേട്ടോ ചെയ്യാറ്. ഞങ്ങൾ രണ്ടാളും ഷെയർ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യാറ്. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ അമ്മേൻ്റെ അല്ലറ ചില്ലറ പണികൾ വിറകെടുക്കുക അങ്ങനെയുള്ള പണികളൊക്കെ ബാക്കിയുണ്ട്. എന്നാലും അത് നമ്മൾ വിചാരിച്ചാൽ വേഗം കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനിരുന്നത്. ഞാനും അമ്മയും തനുവും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ തനുവിൻ്റെ അമ്മയും അതായത് പെങ്ങളും അവരുടെ ഹസ്ബൻഡൊക്കെ അവരെ കുടുംബത്തിൽ ഒരാൾ മരിച്ചിട്ട് അവരവിടെ പോയതാണ്. അപ്പോൾ അതുകൊണ്ട് മോനിവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ അവനെന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ തൃജു സ്കൂളിൽ പോയൊരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ബെഡൊക്കെ ഒന്ന് വേഗം സെറ്റാക്കി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഹസ്ബൻഡിൻ്റെ കുറച്ച് മുണ്ടൊക്കെ അയൺ ചെയ്യാനുണ്ടായിരുന്നു. ഈ അയൺ ചെയ്യൽ എനിക്ക് കുറച്ച് മടിയുള്ള കാര്യം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ പെൻഡിങ് ആക്കി വെച്ചായിരുന്നു. അപ്പോൾ ഇന്ന് കുറേ സമയമുള്ളതുകൊണ്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചേ. അങ്ങനെ അയണൊക്കെ ചെയ്ത് പിന്നെ എനിക്ക് കുറേ ടൈം സത്യം പറഞ്ഞാൽ 10 മണിക്ക് മുന്നേ തന്നെ ഞാൻ ഫ്രീ ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറേ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോസും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ.